കേരളത്തിലെ പാലക്കാട് ജില്ലക്കാരിയായ നിമിഷപ്രിയ എന്ന സ്ത്രീക്ക് വേണ്ടിയുള്ള ഇടപെടലുകള് വളരെ നിർണായകമായ ഘട്ടത്തിലെത്തി നിൽക്കുന്ന ഈ പ്രത്യേകമായ സാഹചര്യത്തിലും ജൂലൈ 16-ന് യമനിലെ സുപ്രീം കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച നിമിഷപ്രിയ എന്ന സ്ത്രീ ഇവിടെ അതിന്റെ വിവിധങ്ങളായ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനമായി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം നടത്തിയ നിർണായകമായ ഇടപെടലുകൾ അതിൽ വിജയം കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ ഇന്ത്യക്കാരനും ഉള്ളത്. ഇവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന സ്ത്രീ എന്തുകൊണ്ടാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളത്? യമനിൽ ജോലിക്ക് വന്ന ഈ നിമിഷപ്രിയ യമൻ പൗരനായ തലാൽ മഹ്ദി എന്ന ചെറുപ്പക്കാരനുമായി വിവാഹം കഴിച്ചു എന്നും അല്ല എന്നുമൊക്കെ പല അഭിപ്രായങ്ങളുമുണ്ടെങ്കിലും അവര് ബിസിനസ്സുമായി ബന്ധപ്പെട്ട മറ്റേതോ തർക്കത്തിന്റെ പേരിൽ അമിതമായ മരുന്ന് ഡോസ് കുത്തി നൽകി ആ തലാൽ മഹ്ദി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് നിമിഷപ്രിയക്കെതിരെയുള്ള കേസുകൾ. മാത്രമല്ല ആ തലാൽ എന്ന് പറയുന്ന ആ സഹോദരനെ വെട്ടിനുറുക്കി ഈ മൃതദേഹം എങ്ങനെ മറവ് ചെയ്യണമെന്നറിയാത്തതിന്റെ പേരിൽ കഷ്ണങ്ങളാക്കി മുറിച്ചു മാറ്റി എന്നൊക്കെ അവർക്കെതിരെയുള്ള കേസുണ്ട്. ഇങ്ങനെ ഒരു കൊല നടത്തുകയും മൃതദേഹത്തെ കഷ്ണമാക്കുകയും ചെയ്ത കേസിലാണ് 2018 യമനിലെ സുപ്രീം കോടതി നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരിയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് പുറത്തുള്ള പ്രത്യേകിച്ച് ഇസ്ലാമിക ഭരണമുള്ള രാജ്യങ്ങളിൽ ഇത്തരം ക്രിമിനൽ കുറ്റങ്ങൾക്കുള്ള ശിക്ഷ ഗൗരവമേറിയതാണ്. വധശിക്ഷയാണ് ഇതിൽ പരമാവധി അവർക്ക് ലഭിക്കാവുന്നത്. അതുകൊണ്ട് തന്നെ യമനിലെ നിലവിലുള്ള സാഹചര്യങ്ങളും അന്വേഷണങ്ങളും മറ്റുമെല്ലാം നടത്തി കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയ നിമിഷപ്രിയയെ അവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ വധശിക്ഷ വിധിച്ചു. വർഷങ്ങളായി, ഏകദേശം 7 വർഷങ്ങൾക്ക് മുമ്പ് വധശിക്ഷ വിധിച്ചു. അതിന്റെ നടപ്പിലാക്കുന്ന തീയതി പ്രഖ്യാപിക്കപ്പെട്ടപ്പോഴാണ് സത്യത്തിൽ മലയാളികളും അല്ലാത്തവരുമായ ആളുകളെല്ലാം നിമിഷപ്രിയക്ക് വേണ്ടി രംഗത്തെത്തിയിട്ടുള്ളത്. 2021 മുതൽ സേവ് നിമിഷപ്രിയ ആക്ഷൻ ഫോറം രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ പ്രവർത്തനങ്ങൾ ഒന്നും നടന്നതായിട്ട് നമ്മുടെ മുമ്പിൽ രേഖകളില്ല. പ്രിയമുള്ളവരെ, ഇവിടെ ചിന്തിക്കേണ്ടുന്ന ഒരു വസ്തുതയുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവറുകൾ ഇടപെട്ടതിനെ വിമർശിക്കുന്ന ചില ആളുകളുണ്ട്. ഒരു മതപണ്ഡിതൻ ഒരു കൊലയാളിയെ രക്ഷപ്പെടുത്തുകയാണോ, ഒരു കൊലപാതകിക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുകയാണോ എന്ന് കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനങ്ങളെ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയകളിലെല്ലാം പലതും നമുക്ക് കാണാനിട വരുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിമിഷപ്രിയക്ക് ലഭിച്ച വധശിക്ഷ, ആ വധശിക്ഷ ഒഴിവാക്കണമെന്ന് കാന്തപുരം പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ഇസ്ലാമിക ഭരണഘടനയുള്ള സ്ഥലങ്ങളിൽ ഒരു കൊലക്ക് പകരം 3 ശിക്ഷ അല്ലെങ്കിൽ 3 പോംവഴികളാണുള്ളത്. ഒന്ന്, കൊല നടത്തിയ ആളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുക. രണ്ടാമത്തത്, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ അടുത്ത ബന്ധുക്കൾ ദിയാദരം ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് ഈ കൊലപാതകിക്ക് മാപ്പ് കൊടുക്കുക, എന്നാൽ രക്ഷപ്പെടാൻ കഴിയും. അല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ, നിരുപാധികം ഒന്നും ദയാദനമൊന്നും സ്വീകരിക്കാതെ, ദിയാദനമൊന്നും സ്വീകരിക്കാതെ മാപ്പ് കൊടുക്കുക. ഈ 3 വഴികളാണ് ഇവിടെയുള്ളത്. ഒരു പ്രതിക്ക് മുമ്പിലുള്ള വഴികളുള്ളത്. പ്രത്യേകിച്ച് ശരിയാത്ത നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കപ്പെടുന്ന ഗൾഫ് രാജ്യങ്ങളിൽ വധങ്ങളും കൊലപാതകങ്ങളുമെല്ലാം നന്നേ കുറയാനുള്ള കാരണം ഈ നിയമമാണ്. ഈ നിയമത്തിന്റെ മുമ്പിൽ രക്ഷപ്പെടാനുള്ള വഴി വളരെ അപൂർവമാണ്. എന്നാലും അങ്ങനെയുണ്ട്. പക്ഷേ ഇവിടെ നിമിഷപ്രിയ എന്ന് പറയുന്ന നമ്മുടെ സഹോദരിയാണ്. ആ സഹോദരി വധശിക്ഷ വിധിക്കുമ്പോൾ അതുപോലെ
തെറ്റുകാരിയാണെങ്കിലും നമ്മൾ ആ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഓപ്ഷനായ ദിയാദനം സ്വീകരിച്ചുകൊണ്ട് അവർക്ക് കുടുംബത്തിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ, മാപ്പ് കൊടുക്കാനുള്ള ഇടപെടൽ, അതാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നടത്തുന്നത്. പ്രിയപ്പെട്ടതല്ലാതെ വധശിക്ഷ ഒഴിവാക്കാനോ മറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാന്തപുരം ഉസ്താദ് എന്നല്ല പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ശരീഅത്തിന്റെ നിയമം അങ്ങനെയാണ്. ഇങ്ങനെ ആ കുടുംബത്തെ വധശിക്ഷയിൽ നിന്നും മാറ്റിയിട്ട് ബ്ലഡ് മണിയെങ്കിലും സ്വീകരിച്ച് മാപ്പ് കൊടുക്കാനുള്ള ശ്രമങ്ങളും അതിനുള്ള ചർച്ചകളുമാണ് യമനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ലോക പ്രശസ്ത പണ്ഡിതനായ ഹഫീദ് ഉമറിന്റെ നേതൃത്വത്തിലും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്ത 2 ദിവസമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ശുഭപര്യവസാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ പേരിൽ നമുക്കറിയാം, ഈ നിമിഷപ്രിയ യമനിൽ ജയിലിലായത് മുതൽ ഒരുപാട് വിമർശനങ്ങൾ ഇവിടെ കേൾക്കുകയുണ്ടായി. നിമിഷപ്രിയ ലൗ ജിഹാദിന്റെ ഇരയാണെന്നും അതുപോലെ തന്നെ സിറിയയിലേക്ക് കൊണ്ടുപോയതാണ് എന്നും ഇങ്ങനെ ഒരുപാട് ഗോസിപ്പുകളും കഥകളുമെല്ലാം പ്രചരിപ്പിച്ച ഇവിടെ ഇസ്ലാമിന്റെ ശത്രുക്കളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ചില സംഘികളും ക്രിസംഘികളും ഈ വിഷയം ഒരുപാട് എടുത്ത് അലക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് അവരൊന്നും രംഗത്ത് കാണുന്നില്ല. എല്ലാം മാളത്തിലൊളിച്ച ഒരു പ്രതീതിയാണ് ഉള്ളത്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവറുകൾ നടത്തുന്ന ശ്രമങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉദാത്തമായ മാതൃകാ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ വിമർശിക്കാൻ യാതൊരു അവകാശവും ആർക്കുമില്ല. കാരണം അദ്ദേഹം രണ്ടാമത്തെയും മൂന്നാമത്തെയും ഓപ്ഷന് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ പ്രതിനിധികളും മറ്റുമെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സത്യം നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇതിനു മുമ്പും ഒരുപാട് ശ്രമങ്ങൾ പല ആളുകൾക്ക് അകാരണമായി മറ്റുമെല്ലാം ജയിലുകളിൽ കഴിഞ്ഞ ആളുകൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ശ്രദ്ധിച്ചിട്ടുണ്ട്. നീണ്ട വർഷകാലം ജയിലിൽ തളക്കപ്പെട്ടിരുന്ന അബ്ദുൽ നാസർ മഅദനിക്ക് വേണ്ടി കോയമ്പത്തൂരിലും കർണാടകയിലെ പരപ്പനഹാര അഗ്രഹാര ജയിലിലും ഒരുപാട് വർഷങ്ങൾ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ കള്ളക്കേസിൽ കുടുക്കിയിട്ട ഇവിടെയുള്ള ഭരണകൂട ശക്തികള് അബ്ദുൽ നാസർ മഅദനിയെതിരെ നിരന്തരം വേട്ടയാടിയപ്പോൾ ആ മഅദനിക്കെതിരെ വേട്ട നടത്തിയത് BJP-കാരൻ മാത്രമായിരുന്നില്ല. ഇവിടെയുള്ള ഭരണകൂടത്തിന്റെ കണ്ണിലെ കരടായി മാറുമെന്ന് ഭയന്നുകൊണ്ടുള്ള വരേണ്യവർഗത്തിന്റെ കരാളഹസ്തങ്ങളിൽ ഞെരിഞ്ഞമർന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മഅദനി അതാ കാരാഗ്രഹങ്ങളിൽ തന്റെ യൗവനകാലം ഹോമിക്കപ്പെട്ടപ്പോൾ അതിനുവേണ്ടി പല പ്രവർത്തനങ്ങളും ഒരുപാട് തവണ ശബ്ദിച്ച നേതാവാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവറുകൾ. ബഹുമാനപ്പെട്ടവര് അദ്ദേഹത്തെ ജയിലിൽ സന്ദർശിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കളെ ഇടപെടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ പ്രസ്താവനകളൊക്കെ നടത്തിയിട്ട് പൊതുജനത്തിന്റെ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് ഇതൊരു പക്ഷേ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ചില ചർച്ചകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ട ഒരു സഹോദരിയെ യമൻ സർക്കാർ പിടിച്ചുകൊണ്ട് കൊല ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്നാണ് പല രൂപത്തിലുള്ള ചർച്ചകൾ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നത്. അത് കേരളത്തിന്റെ സാഹചര്യം എങ്ങനെയാണ്? ഇപ്പോ അടുത്ത് തന്നെ കാരണവർ വധക്കേസിലെ പ്രതി ചേർക്കപ്പെട്ട ഷെറിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അത് 14 കൊല്ലം ജീവപര്യന്തം തടവിന് വേണ്ടി ശിക്ഷിക്കപ്പെട്ടു കേരളത്തിലെ കോടതി. ആ പെണ്ണ് ഷെറിൻ എന്ന് പറയുന്ന ആ സ്ത്രീ 14 വർഷം ജീവപര്യന്തത്തിന്റെ ഏറ്റവും കുറഞ്ഞ കാലയളവ് അനുഭവിച്ചു എന്നതിന്റെ ഒരു ഇളവ് നൽകിക്കൊണ്ട് മോചിപ്പിക്കുകയാണ്. കാരണവർ വധക്കേസ് 2009 തോന്നുന്നു. വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസാണ്. വലിയ പണക്കാരനായിരുന്നു, ധനാഢ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ സുഖമില്ലാത്ത മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു ഷെറിൻ എന്ന സ്ത്രീയെ. ആ ഷെറിൻ അത്യാവശ്യം നല്ല തന്റേടിയാണ്, പാവപ്പെട്ട കുടുംബത്തിലെ പെണ്ണാണ്. എന്നാൽ എന്റെ കുടുംബവും എന്റെ മകനെയെല്ലാം നോക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ കാരണവർ അദ്ദേഹം ഈ ഷെറിനെ മരുമകളായി സ്വീകരിച്ചു. പക്ഷേ ആ ഷെറിൻ സ്വന്തം അമ്മോശനെ കൊലക്ക് കൊടുക്കുകയാണ്. അതിൽ തെറ്റുകാരിയാണെന്ന് കണ്ടെത്തുകയും അവർക്ക് ശിക്ഷ ലഭിക്കുകയും ചെയ്തു. എന്നാൽ
ഇന്ന് അവരുടെ മോചനത്തിന് വേണ്ടിയുള്ള പത്രത്തിൽ ഗവർണർ ഒപ്പുവെച്ചതോടുകൂടെ അവൾ സ്വതന്ത്രയാവുകയാണ്. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് 14 വർഷം എന്നുള്ള കോടതിയുടെ ജീവപര്യന്ത കാലയളവിൽ അതിനേക്കാളും എത്രയോ മാസങ്ങൾ എണ്ണി നോക്കുകയാണെങ്കിൽ ഒരുപാട് വർഷങ്ങൾ പരോളിന്റെ പേരിൽ അവർ പുറത്തായിരുന്നു. മൊത്തം കോടതി കണക്ക് ഉത്തരവിട്ടത് നോക്കുകയാണെങ്കിൽ 14 വർഷം. പക്ഷേ അവൾ പല സ്വാധീനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെയുള്ള ഉന്നതരായ ബ്യൂറോക്രസിയുമായും അതുപോലെ ഭരണകൂട വർഗങ്ങളുമായുമുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അമിതമായ പരോൾ ലഭിച്ചു. അങ്ങനെ 14 വർഷം നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ അല്ലെങ്കിൽ അതിന്റെ പകുതിയോ അതിനപ്പുറമോ ഒക്കെ ഉള്ള ഏതാനും വർഷങ്ങൾ മാത്രമേ ജയിലിൽ കിടന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ പുറത്താണ്. അങ്ങനെയുള്ള ഷെറിൻ ഇവിടെ സ്വതന്ത്രയാകാൻ വേണ്ടി ആളുകൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തരങ്ങളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം വധശിക്ഷ എന്നൊക്കെ കേൾക്കുമ്പോൾ അത് വലിയൊരു ബേജാറുള്ള സംഗതിയാണ്. സത്യത്തിൽ കൊലക്ക് പകരം ഈ ഒരു ശിക്ഷ നടപ്പാക്കുകയാണെങ്കിൽ ഇവിടെ കുറ്റകൃത്യങ്ങൾ വളരെ കുറഞ്ഞു പോകും. ഇവിടെ നമ്മുടെ രാജ്യത്തുള്ള പ്രശ്നം എന്താണ്? ഇവിടെ ഇരക്ക് ലഭിക്കുന്നതിനേക്കാളും മാനുഷികമായ പരിരക്ഷ പ്രതിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. പ്രതിയുടെ ശാരീരിക ക്ഷമത, പ്രതിയുടെ മാനസികാവസ്ഥ, പ്രതിയുടെ സുഖസൗകര്യങ്ങള്, ഇതിനൊക്കെ കുറിച്ചാണ് ആളുകളും കോടതിയടക്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേണ്ട എന്ന് മാനുഷിക പരിഗണന എല്ലാവർക്കും വേണം. പക്ഷേ പലപ്പോഴും യഥാർത്ഥ പ്രതികള് ഇവിടെ യഥാർത്ഥ തെളിവുകൾ പ്രോസിക്യൂഷന് മനഃപൂർവമോ അല്ലാതെയോ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കപ്പെടാതിരിക്കുമ്പോൾ ഒരുപാട് വമ്പൻ സ്രാവുകൾ പ്രതികൾ രക്ഷപ്പെടുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളുടെ നിയമങ്ങളെ കുറിച്ച് ഒരു പക്ഷേ അറിയാത്തവരായിരിക്കാം ഇങ്ങനെ പറയുക. ഏതായിരുന്നാലും കൊലപാതകികളോടോ അക്രമകാരികളോടോ ഒരു വിട്ടുവീഴ്ചയും ആരും ചെയ്യില്ല. മറിച്ച് അവർക്കുള്ള ശിക്ഷകളിലുള്ള മാറ്റങ്ങൾക്ക് മാനുഷികമായി പരിഗണിച്ചുകൊണ്ട് ആവശ്യപ്പെടാവുന്നതാണ്. അത് ഇസ്ലാം അനുവദിക്കുന്നതുമാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ബഹുമാനപ്പെട്ട കാന്തപുരസ്ഥാൻ അവർ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്.